ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മത്തി മുളകിട്ടതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പിന്നെ അതുപോലെ തന്നെ തുടക്കക്കാർക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് തയ്യാറാക്കാൻ നോക്കാം. എപ്പോഴും നമ്മൾ മീനൊക്കെ കറി വെക്കുമ്പോൾ ഇതുപോലെ മണ്ണിൻ്റെ ചട്ടി എടുക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത്. ചട്ടി നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു നാടൻ ടേസ്റ്റിലാണ് കേട്ടോ ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ മുളക് കറിയൊക്കെ വെക്കുമ്പോൾ ഉലുവ ചേർത്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടും. ഉലുവയൊക്കെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ 10 ചുമന്നുള്ളി ചെറുതായി മുറിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു സവാളയുടെ പകുതി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചെറുതായി മുറിച്ചിട്ട്. വലിയ സവാള ആയതുകൊണ്ടാണ് കേട്ടോ പകുതി എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി, മുഴുവനായിട്ട് വാടേണ്ട ആവശ്യമില്ല. കളറൊന്ന് ജസ്റ്റ് ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മണ്ണിൻ്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും. മത്തി മാത്രമല്ല ഏത് മീനുമാണെങ്കിലും ഇതുപോലെ കറി വെക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ കുറച്ചൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അപ്പോൾ വെളുത്തുള്ളി ഒരു 5 അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതാണ് കേട്ടോ. പേസ്റ്റ് ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. നമ്മൾ മുളക് കറിയൊക്കെ വെക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഫ്രഷ് ആയിട്ട് ചതച്ചത് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കട്ടോ. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം പോകുന്ന വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഏകദേശം 1 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ എന്നാൽ പച്ചമണം പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പൊടികൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളിയൊക്കെ അങ്ങനെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട്. അപ്പോൾ ഞാൻ 2.5 ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മീനൊക്കെ നമ്മൾ മുളക് കറിയൊക്കെ വെക്കുമ്പോൾ അത്യാവശ്യം എരിവും പുളിയോടും കൂടെ വെക്കണം, അപ്പോഴാണ് നല്ലൊരു രുചി കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകളൊന്നും മല്ലിപ്പൊടി ചേർക്കാറില്ല. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താലുള്ളൂ നമുക്ക് കുറുകിയ ചാറോട് കൂടി കിട്ടുള്ളൂ. ഈ 3 പൊടികൾ മാത്രം കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു എണ്ണയിൽ. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റോളം തന്നെ ഇളക്കി കൊടുത്താൽ ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിക്കിട്ടും. പച്ചമണമൊക്കെ മാറിക്കിട്ടുന്നത് മാത്രമല്ല കേട്ടോ, ഈ പൊടിയൊക്കെ നല്ലപോലെ ഒന്ന് കുക്കായി കിട്ടും ചെയ്യും. ഇപ്പോൾ അതാ പൊടിയൊക്കെ നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു വലിയൊരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 പച്ചമുളകും നല്ല പഴുത്ത തക്കാളീനെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഒരിക്കലും ആദ്യം തക്കാളി ചേർത്ത് കൊടുക്കരുതേ. പൊടികളൊക്കെ ചേർത്ത് നല്ലപോലെ കുക്കായതിൻ്റെ ശേഷം മാത്രം തക്കാളി ചേർത്ത് കൊടുക്കുക. അപ്പോഴേ നമ്മുടെ മീൻ കറിക്ക് നല്ലൊരു കളറും കിട്ടുള്ളൂ, നല്ലൊരു ടേസ്റ്റും കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് പച്ചമുളകൊക്കെ ചേർക്കുന്നത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ നല്ല എരിവുള്ള മുളക് പൊടിയാണ് 2.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2 പച്ചമുളക് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ തക്കാളിയൊക്കെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തു. ഇനി ഇതിലേക്ക് പുളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പുളി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വാളൻ പുളിയാണ് കേട്ടോ. വലിയൊരു ചെറുനാരങ്ങൻ്റെ വലുപ്പത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു 10 മിനിറ്റ് മുന്നേ. അത് നല്ലപോലെ കുതിർന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എത്രയാണ് കറിയുടെ ആവശ്യം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതുവരെ നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായില്ല. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ തക്കാളി ഒന്നും നല്ലപോലെ വെന്ത് ഉടഞ്ഞിട്ടില്ല കേട്ടോ, അതിൻ്റെ ആവശ്യമില്ല. തക്കാളി ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി. ഇനി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിൻ്റെ ശേഷം അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളം കുറച്ച് വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ മത്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 കിലോ മത്തിയാണ്. മീൻ ഇതിൽ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം കൂടുതലായിട്ട് ഇളക്കി കൊടുക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കാം കേട്ടോ. ഇനി ഉപ്പ് കുറവാണെങ്കിൽ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക, എന്നാലേ ആ മീനിലും നന്നായിട്ട് ഉപ്പ് പിടിക്കുള്ളൂ. അപ്പോൾ മീനൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വറ്റി കിട്ടാനുണ്ട്. അപ്പോൾ നമ്മളിനി തവി വെച്ചിട്ട് ഒരിക്കലും ഇളക്കരുതേ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി. പിന്നെ മത്തി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ നമുക്കിനി ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്ക് ഇതിലത്തെ എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് തെളിഞ്ഞ് വരും.
ഏകദേശം ഒരു 3 മിനിറ്റോളൊക്കെ മാത്രം വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കറി 2-3 മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം എടുക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോഴേക്കുള്ളൂ നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നമുക്കൊന്ന് അടച്ച് വെക്കട്ടെ. അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഞാൻ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ അധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നല്ലപോലെ എരിവും പുളിയും എല്ലാം തന്നെ ഈ മീനിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഒന്നും കൂടി കറിയിൽ നിന്ന് തിക്കായിട്ട് കിട്ടും. ഈ ഒരു കറിയിൽ സ്പെഷ്യലായിട്ട് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ഇതുവരെ മീൻകറി വെക്കാത്തവരൊക്കെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തുടക്കക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. എന്തായാലും പെർഫെക്റ്റായിട്ട് മുളക് കറി വെക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെട്ടാൽ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.